ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വീനെക്ക് ഷർട്ട് കോളർ കുർത്തിയാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഷർട്ട് കോളറൊക്കെ തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരും കോളർ നെക്കുള്ള കുർത്തി തയ്ക്കാൻ പാടുള്ളവരൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഷർട്ട് കോളർ തയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണോ കുർത്തിക്ക് കട്ട് ചെയ്ത് വെക്കുന്നത് അതുപോലെ തന്നെയാണ് ഇതിനും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു മാറ്റം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഷോൾഡർ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ 7 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ഇതൊരു 7.5 ഇഞ്ച് എടുക്കണം. അതായത് കുറച്ച് കൂട്ടിയെടുക്കുക. 7.5 ഇഞ്ചോ 8 ഇഞ്ചോ എടുത്താലും കുഴപ്പമില്ല, നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ബാക്ക് പീസാണ് കേട്ടോ. അതിൻ്റെ അകത്ത് നമുക്ക് നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മൾ കോളറാകുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ബാക്ക് നെക്കിന് അധികം ഇറക്കത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത് ഒരു 3 ഇഞ്ചാണ്. ഇതൊരു എക്സൽ സൈസ് ആളുകൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു കുർത്തിയായിരിക്കും കേട്ടോ. നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് എടുത്തു. നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 ഇഞ്ച് മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം, എങ്കിലും 1/2 ഇഞ്ചായിരിക്കും കറക്റ്റ്. അപ്പോൾ എന്നിട്ട് അതൊരു ബോക്സ് പോലെ നമുക്ക് വരച്ചെടുക്കുക. എന്നിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് നെക്കിൽ നമ്മൾ 1/2 ഇഞ്ച് മാത്രമേ കുഴിച്ച് വെട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൽ നെക്ക് വി നെക്കാണ് വയ്ക്കുന്നത്. വി നെക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. ആ ഒരു എൻഡ് ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് ഒന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് ഇതുപോലെ കൊടുത്തിരിക്കണം. കോളറുള്ള എന്ത് കുർത്തി തയ്ച്ചാലും നമ്മളിതുപോലെ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തേ പറ്റൂ. എന്നാലാണ് അത് കറക്റ്റായിട്ട് ചുളുക്കൊന്നുമില്ലാതെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുക ഇനി. അപ്പോൾ 2 പീസ് ക്യാൻവാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പീസ് ക്യാൻവാസ് എടുത്തിട്ട് 2ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ നെക്ക് വിഡ്ത്ത് സെയിം തന്നെ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. നെക്കിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ 7 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ച് അധികമൊന്നുമല്ല, 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ശേഷം അതൊരു ബോക്സ് പോലെ വരയ്ക്കാം. ഞാനിവിടെ ശരിക്കും വീനെക്കല്ല വരയ്ക്കുന്നത്, ഒന്ന് ഷേപ്പ് ചെയ്ത്, അതായത് ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് വീനെക്കാണ് വരയ്ക്കുന്നത്. എന്നാലാണ് അത് വൈഡായിട്ടിരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിങ്ങനെ കുടുങ്ങിയ പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഇനി അതിൻ്റെ വെളിയിലേക്ക് നമുക്കൊരു 1.25 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള പീസ് വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 1.25 ഇഞ്ച് നമ്മളെല്ലാ സൈഡിലേക്കും ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പീസിൻ്റെ പശയില്ലാത്ത വശമാട്ടോ നമ്മൾ വരച്ചെടുക്കുന്നതെന്ന്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ആ മുകളിൽ വെച്ചിരിക്കുന്ന പടി പോലത്തെ സംഭവം അത് നെക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതിരിക്കാനാണ്. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത നെക്കില്ലേ, അതൊരു തുണിയിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഈ സെയിം തുണി ഉണ്ടെങ്കിൽ അതിലേക്ക് ഒട്ടിച്ചെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലൈനിങ് തുണിയിലായാലും ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അരിക് ഭാഗം 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ആ 1/2 ഇഞ്ച് വിട്ടേക്കണത് നമ്മുടെ ക്യാൻവാസിലേക്ക് ഇതുപോലെ ചേർത്ത് അടിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കുർത്തിയുടെ സെൻറ്ററും നമ്മുടെ ഇപ്പോൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത ക്യാൻവാസില്ല അതിൻ്റെ സെൻറ്ററും കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം ആദ്യം ആ സെൻറ്ററിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. നമ്മൾ സാധാരണ കുർത്തിക്കൊക്കെ നെക്ക് ചെയ്യില്ലേ, അതുപോലെ തന്നെ ചെയ്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി മുഴുവൻ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ അയൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ വി നെക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ കോളറാണ് വയ്ക്കാനുള്ളത്. കോളർ വയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അതിൻ്റെ ഷോൾഡറുകൾ തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ഷോൾഡർ സ്ലോപ്പ് ഫ്രണ്ടിൻ്റെ ഷോൾഡറിലും കൊടുത്തിരുന്നു. അപ്പോൾ ആ ഷോൾഡറുകൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിതിൻ്റെ 2 ഷോൾഡറും ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗത്തുനിന്ന് താഴേക്ക് ഫ്രണ്ടിലേക്ക് ഒരു 3 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വരെയാണ് നമ്മുടെ കോളർ വരുന്നത്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ശരിക്കും നന്നായിട്ടൊന്ന് വരച്ച് അവിടെ വയ്ക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ ഈ ഒരു കുർത്തി
നീളത്തിലൊന്ന് മടക്കിയിടുക. നമുക്ക് ആ കോളർ എത്രത്തോളം വേണമെന്നുള്ളത് ഒന്ന് മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ നീളത്തിൽ ഞാൻ അവിടെ മടക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഒരു 1/4 ഇഞ്ച് താഴേക്ക് വെച്ചതിന് ശേഷം ടേപ്പ് ഇതുപോലെ വട്ടം പിടിച്ചിട്ട് ഒന്ന് അളന്ന് നോക്കുക. അപ്പോൾ എനിക്ക് 7 കിട്ടിയത്. വൺ സൈഡാണ് കേട്ടോ 7. ഫുള്ളായിട്ട് വരുമ്പോൾ 14 ഇഞ്ച് വരും. അപ്പം ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം അളന്ന് നോക്കുക. കാരണം കോളർ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കണം എപ്പോഴും. ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാനായിട്ട് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ച് വിഡ്ത്തും ലെങ്ത്ത് വന്നിട്ടുള്ളത് ഒരു 13 ഇഞ്ചാണ്. അത്രയൊന്നും ആവശ്യമില്ല. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനങ്ങ് എടുത്തു എന്നുള്ളൂ. തുണിയല്ല, ക്യാൻവാസ് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലാണ് ഫോൾഡഡ് സൈഡ്, ബാക്കി 3 സൈഡും ഓപ്പൺ സൈഡാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 7 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ക്യാൻവാസ് അളന്ന് വെച്ചിരിക്കുന്നത് 13 ആണെങ്കിൽ പോലും നമ്മളൊരു 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മളെ കോളറിൻ്റെ ലെങ്ത്ത് 7 ഇഞ്ചാണ്. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ മുകളിലോട്ട് വരയ്ക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് ഒരു ഇഞ്ച് മാറ്റി റൈറ്റ് സൈഡിലേക്കൊന്ന് മാറ്റി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷം ആ മാർക്ക് ചെയ്ത പോയിൻറ്റും താഴേക്ക് ഒരു വി ഷേപ്പിൽ ഇതുപോലെ വരച്ചെടുക്കുക. ഇതാണ് കോളറിൻ്റെ ഷേപ്പ് വരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കോളറിന് ഈ ഒരു ഷേപ്പാണ് വരുന്നത്. നമ്മളിത് 2ആയിട്ട് മടക്കി വെക്കുന്നതുകൊണ്ടാണ് നമ്മൾ 3.5 ഇഞ്ച് എടുത്ത്. കോളർ സാധാരണ മടക്കിയാണല്ലോ വെക്കുന്നത്. പിന്നെ കോളറിൻ്റെ ആ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. ആ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് പോവാതെ ചെറിയൊരു കുഴിവ് പോലെ, അതായത് സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു കുഴിവ് പോലെ വരത്തക്കവണ്ണം നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തില്ല എന്നോർത്തുകൊണ്ടും കുഴപ്പമില്ല. എന്നിട്ട് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് നിവർത്തി വയ്ക്കാം. അപ്പോൾ നമുക്ക് താഴ്ഭാഗം 14 ഇഞ്ച് വരും, മുകൾ ഭാഗം 16 ഇഞ്ച് വരും. ഓക്കെ. അപ്പോൾ അതിന് താഴെ വീതി കുറഞ്ഞ ഭാഗമാണ് നമ്മൾ ഇതിനോട് ചേർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ അത് ഞാനൊരു തുണിയിലേക്ക് ചീത്ത വശത്തേക്ക് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെയുള്ള വേറൊരു പീസും കൂടെ വേണം. ആ പീസ് എടുത്തതിന് ശേഷം നമ്മളിപ്പോൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാൻവാസ് ഷീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ 3 സൈഡും അടിച്ചെടുക്കുക. കണ്ടോ, നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കണം കേട്ടോ. ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഒരുപാട് തയ്യൽ തുമ്പൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമ്മളൊരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടേച്ചാൽ മതി. അപ്പോൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ക്യാൻവാസ് തുടങ്ങുന്നിടത്താണ്. അതിന് ശേഷം ഇതുപോലെ ചെരിച്ച് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് മുകളിൽ കൂടെ ചെയ്തതിന് ശേഷം അവിടെ കുത്തി നിർത്തിയിട്ട് താഴെ വരെ ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അവിടം വരെ മതി. താഴേക്ക് എൻഡ് വരെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുവരെ ചെയ്തെടുക്കുക. നമുക്ക് കാണിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ലെങ്ത് കുറച്ചിട്ടിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് മുള്ളായിട്ട് ഇങ്ങനെ അടിച്ചു കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് നിർത്താം. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ഏകദേശം കോളറിൻ്റെ ഷേപ്പ് വരും. അതിന് മുമ്പ് അതിൻ്റെ ആ കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം ഞാൻ തിരിച്ചിട്ടിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതൊന്ന് 2ആയിട്ട് മടക്കി അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വിടുക. നമുക്ക് സെൻറ്ററിൽ നിന്നാണ് നമ്മൾ കോളർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സെൻറ്റർ വെച്ചിട്ട് കട്ട് ചെയ്ത് വിടുന്നത്. ഒരുപാട് കട്ട് ചെയ്ത് വിടുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിവർത്തി നോക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ക്യാൻവാസും ഒരു സൈഡ് ക്യാൻവാസ് ഇല്ലാത്ത വശവുമാണ്. അപ്പം നമ്മൾ ഷർട്ടിനോട് ചേർത്ത് വയ്ക്കുന്ന കുർത്തിയോട് ചേർത്ത് വയ്ക്കുന്നത് ക്യാൻവാസ് ഇല്ലാത്ത ഭാഗമാണ്. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു പണി ചെയ്യാം. ഇതുപോലെ ആ ക്യാൻവാസ് എവിടെയാണോ വന്ന് നിൽക്കുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. താഴത്തെ നമ്മുടെ ക്യാൻവാസ് ഇല്ലാത്ത ഭാഗമില്ലേ, ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് വിടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ വശവും ഒരുപോലെ സ്റ്റിച്ച് ചെയ്ത് പോകാൻ കഴിയും. ആ ഒരു ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കോളറ് കിട്ടും. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പറയും 1/4 ഇഞ്ച് വിട്ട് വെച്ചിട്ട് അടിച്ചാൽ മതിയെന്ന്. നമ്മൾ 1/4 ഇഞ്ചിലൊക്കെ തുടങ്ങും. ഇടയ്ക്ക് വെച്ച് 1/4 ഇഞ്ച് കുറഞ്ഞു പോവും, പിന്നെ കൂടിപ്പോവും, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാനായിട്ട് കറക്റ്റായിട്ട് ആ മുകളിലത്തെ ഭാഗത്തിൻ്റെ അതേ വിട്ടിൽ തന്നെ താഴെ അടിച്ചു പോകാം. ഇനി നമ്മുടെ കുർത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. കുർത്തിയുടെ ബാക്ക് നെക്ക്, അതായത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെൻറ്റർ വരുന്നത് ബാക്കിൻ്റെ നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് വരും. ആ സെൻറ്ററും നമ്മുടെ ഈ ഒരു കോളറിൻ്റെ സെൻറ്ററും ഒരുപോലെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്
ക്യാൻവാസ് ഇല്ലാത്ത ഭാഗമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മളിപ്പം മാർക്ക് ചെയ്തില്ലേ, ലൈൻ വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കാണുമ്പോൾ മനസ്സിലാവും. ലൈൻ വരച്ച് വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് നമുക്ക് ആ ലൈനിൻ്റെ മുകളിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാം. അങ്ങനെയാകുമ്പോൾ നല്ല കറക്റ്റായിട്ട് വന്ന് നിൽക്കും. പിന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ, ഫ്രണ്ടിലത്തെ നെക്കിൽ നമ്മളൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ കൊണ്ടുവന്ന് നിർത്തുക. നമ്മൾ അളന്നെടുത്തേക്കണത് കറക്റ്റാണ് എന്നെങ്കിൽ, ക്യാൻവാസ് കട്ട് ചെയ്തേക്കണത് കറക്റ്റാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആ ഒരു 3 ഇഞ്ചിൻ്റെ ആ ഒരു പോയിൻറ്റിൽ തന്നെ അവിടെ നിൽക്കും. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ താഴേക്ക് ഇറങ്ങിപ്പോവും. അപ്പം നമ്മൾ സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ 2 സൈഡിലേക്കുമാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡിലേക്ക് ഇങ്ങനെ അടിച്ചടിച്ച് പോരുകയാണ്. നമ്മൾ പിടിച്ച് പതുക്കെ വെച്ച് കൊടുത്താൽ മതി, വലിക്കരുത്. വലിച്ചു കഴിഞ്ഞാൽ കോളറ് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് വലിക്കാതെ പതുക്കെ അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മാത്രം മതി. അത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ അടിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തേക്കണില്ലേ, അതിൻ്റെ ആ ഒരു പോയിൻറ്റിൽ കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം അതൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്ത് അവിടെ നിർത്തുക. അപ്പോൾ ഒരു സൈഡ് നമ്മുടെ അടിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റേ സൈഡ്, അപ്പുറത്തെ സൈഡും കൂടെ അടിച്ചെടുത്ത് പോരുക. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നമ്മൾ കമഴ്ത്തി വെച്ചിട്ടാണ് അടിക്കുന്നത്. അങ്ങനെ അടിച്ച് പോരുക. ആ 1/2 ഇഞ്ച് നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം. അതിനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ലൈൻ വരച്ച് വെച്ചിരിക്കുന്നത്. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ അതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോളർ കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ നമുക്ക് ഇനി ഒരു ഭാഗവും കൂടെ മടക്കി അടിക്കാനുണ്ട്. അതേതാണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ ക്യാൻവാസ് വരുന്ന ഭാഗമാണ് ഇപ്പോൾ വെളിയിലേക്ക് കാണുന്നത്. ആ ക്യാൻവാസ് വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിങ്ങനെ ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട്, 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക. ക്യാൻവാസ് ആയതുകൊണ്ട് കറക്റ്റായിട്ട് മടങ്ങിയിരുന്നോളും. എന്നിട്ട് പതിച്ച് അടിച്ചെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒന്നാണ് ഈ ഒരു കോളർ കുർത്തി എന്ന് പറഞ്ഞാൽ. ഷർട്ട് കോളർ ഞാൻ നോക്കിയിട്ട് വളരെ എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു കോളറുകളെ അപേക്ഷിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഷർട്ട് കോളർ. ഞാനിപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതിന് മുമ്പ് ചെയ്തിട്ടില്ല, കാരണം ഇത് ഞാൻ ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല. ആരെങ്കിലും വരികയാണെങ്കിൽ തയ്ച്ച് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ്. ഇതെൻ്റെ ഒരു പഴയ നൈറ്റിയാണ്. അപ്പോൾ ആ നൈറ്റി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഒരു കസ്റ്റമർ കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ചെയ്ത് കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ട്രയൽ നോക്കിയതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ പഴയ തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. സക്സസ് ആവും, ഉറപ്പായിട്ടും നന്നായിട്ട് വരും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതേ ഒരളവിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നെക്ക് ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 7.5 എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർ കമൻ്റ് ഇടാറുണ്ട്, മനസ്സിലാവുന്നുണ്ടെന്ന്. നിങ്ങളും അഭിപ്രായങ്ങൾ അറിയിക്കുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയുക, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ പറയാം. അതല്ല, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്ത് കാണാൻ ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികളുടെ ഫ്രോക്കോ അങ്ങനെ എന്തെങ്കിലും കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും പറയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.